നമസ്കാരം. എജു വേൾഡ് കേരള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 വരെ വിവിധ PSC പരീക്ഷകൾക്ക് ചോദിച്ചതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായ കേരള സർക്കാരിൻ്റെ വിവിധ പദ്ധതികളെക്കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം: സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളിലെ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയുടെ പേര്? ഉണർവ് ആണ് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളിലെ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതി ഉണർവ്. അടുത്ത ചോദ്യം: ചൂഷണത്തിന് വിധേയരായി അവിവാഹിതാവസ്ഥയിൽ അമ്മമാർ ആകുന്നവർ സമൂഹത്തിൽ ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടി വരുന്നു. ഇത്തരക്കാർക്ക് സാമ്പത്തിക സഹായം ഉറപ്പാക്കാനുള്ള സാമൂഹ്യ സുരക്ഷാ മിഷൻ പദ്ധതി? സ്നേഹസ്പർശം. ഇപ്പോൾ ചോദ്യം ഒരിക്കൽ കൂടി: ചൂഷണത്തിന് വിധേയരായി അവിവാഹിതാവസ്ഥയിൽ അമ്മമാർ ആകുന്നവർ സമൂഹത്തിൽ ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടി വരുന്നു. ഇത്തരക്കാർക്ക് സാമ്പത്തിക സഹായം ഉറപ്പാക്കാനുള്ള സാമൂഹ്യ സുരക്ഷാ മിഷൻ പദ്ധതി? സ്നേഹസ്പർശം. അടുത്തത്: മാരക രോഗങ്ങൾ കാരണം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സയ്ക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതി? താലോലം ആണ് മാരക രോഗങ്ങൾ കാരണം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സയ്ക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതി താലോലം. അടുത്തത്: കേരളത്തിലെ പ്രമേഹ രോഗികളായ BPL വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സാമൂഹ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി? വയോമധുരം പദ്ധതിയാണ് കേരളത്തിലെ പ്രമേഹ രോഗികളായ BPL വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സാമൂഹ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി? വയോമധുരം പദ്ധതി. അടുത്തത്: സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമായി കേരള സർക്കാർ നടപ്പിലാക്കിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി? മെഡിസെപ് പദ്ധതിയാണ് സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമായി കേരള സർക്കാർ നടപ്പിലാക്കിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. മെഡിസെപ് പദ്ധതി നിലവിൽ വന്നത് 2022 ജൂലൈ 1-നാണ്. അപ്പോൾ ഈ പദ്ധതി നിലവിൽ വന്നത് 2022 ജൂലൈ 1-ന്. ഈ പദ്ധതിയുമായി സഹകരിക്കുന്ന ഇൻഷുറൻസ് കമ്പനി ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിയാണ് മെഡിസെപ്പുമായി സഹകരിക്കുന്നത്. അടുത്തത്: കേരളത്തിലെ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് തുടർ വിദ്യാഭ്യാസത്തിന് അവസരം ഒരുക്കുന്ന സംസ്ഥാന സർക്കാർ പദ്ധതി? സമന്വയ പദ്ധതിയാണ്. കേരളത്തിലെ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് തുടർ വിദ്യാഭ്യാസത്തിന് അവസരം ഒരുക്കുന്ന സംസ്ഥാന സർക്കാർ പദ്ധതി? സമന്വയ പദ്ധതി. അടുത്തത്: കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി നടത്തുന്ന പ്രതിമാസ ധനസഹായ പദ്ധതിയുടെ പേരെന്ത്? സ്നേഹസാന്ത്വനമാണ് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി നടത്തുന്ന പ്രതിമാസ ധനസഹായ പദ്ധതി? സ്നേഹസാന്ത്വനം. അടുത്തത്: നവജാത ശിശുക്കളുടെ കേൾവി പരിമിതി കണ്ടുപിടിച്ച് സൗജന്യ ചികിത്സ നൽകുന്നതിനായി കേരള സാമൂഹിക മിഷനും കേരള ആരോഗ്യ മിഷനും ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? കാതോരം പദ്ധതിയാണ് നവജാത ശിശുക്കളുടെ കേൾവി പരിമിതി കണ്ടുപിടിച്ച് സൗജന്യ ചികിത്സ നൽകുന്നതിനായി കേരള സാമൂഹിക മിഷനും കേരള ആരോഗ്യ മിഷനും ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതി? കാതോരം. അടുത്തത്: ഹൃദയ സംബന്ധമായ തകരാറുള്ള കുട്ടികൾക്ക് അടിയന്തര ശസ്ത്രക്രിയയും പരിചരണവും ലഭ്യമാക്കുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതി ഏതാണ്? ഹൃദയ സംബന്ധമായ തകരാറുള്ള കുട്ടികൾക്ക് അടിയന്തര ശസ്ത്രക്രിയയും പരിചരണവും ലഭ്യമാക്കുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതി? ഹൃദ്യം പദ്ധതിയാണ്. ഹൃദ്യം. അടുത്തത്: 12 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ വളർച്ചാ വൈകല്യങ്ങൾ തുടക്കത്തിലെ കണ്ടെത്തി ആയുർവേദ ചികിത്സയിലൂടെ പരിഹരിക്കുന്നതിന് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് ആരംഭിച്ച പദ്ധതി? സ്നേഹധാര പദ്ധതിയാണ്
12 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ വളർച്ചാ വൈകല്യങ്ങൾ തുടക്കത്തിലേ കണ്ടെത്തി ആയുർവേദ ചികിത്സയിലൂടെ പരിഹരിക്കുന്നതിന് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് ആരംഭിച്ച പദ്ധതി സ്നേഹധാര. അടുത്ത ചോദ്യം, സാമൂഹികമായും സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്നവരുടെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിന് സമഗ്ര ശിക്ഷ കേരളയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതി. ചോദ്യം ഒരിക്കൽ കൂടി, സാമൂഹികമായും സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്നവരുടെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിന് സമഗ്ര ശിക്ഷ കേരളയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതി സേവാസ്. സേവാസ് പദ്ധതിയാണ് സാമൂഹികമായും സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്നവരുടെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിന് സമഗ്ര ശിക്ഷ കേരളയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതി സേവാസ്. സെൽഫ് എമർജിംഗ് വില്ലേജ് ത്രൂ അഡ്വാൻസ് സപ്പോർട്ട്. അതാണ് സേവാസിന്റെ ഫുൾ ഫോം. അടുത്ത ചോദ്യം, നിരാലംബരായ ട്രാൻസ്ജെൻഡേഴ്സിനെ അടിയന്തര ഘട്ടങ്ങളിൽ സഹായിക്കാനുള്ള സാമൂഹ്യ നീതി വകുപ്പ് പദ്ധതി. നിരാലംബരായ ട്രാൻസ്ജെൻഡേഴ്സിനെ അടിയന്തര ഘട്ടങ്ങളിൽ സഹായിക്കാനുള്ള സാമൂഹ്യ നീതി വകുപ്പ് പദ്ധതി കരുതൽ. കരുതൽ പദ്ധതിയാണ് നിരാലംബരായ ട്രാൻസ്ജെൻഡേഴ്സിനെ അടിയന്തര ഘട്ടങ്ങളിൽ സഹായിക്കാനുള്ള സാമൂഹ്യ നീതി വകുപ്പ് പദ്ധതി കരുതൽ. അടുത്ത ചോദ്യം, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള 60 വയസ്സ് കഴിഞ്ഞവർക്ക് കൃത്രിമ ദന്തനിര വെച്ചു നൽകുന്ന കേരള സർക്കാർ പദ്ധതി മന്ദഹാസം. ഒരിക്കൽ കൂടി, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള 60 വയസ്സ് കഴിഞ്ഞവർക്ക് കൃത്രിമ ദന്തനിര വെച്ചു നൽകുന്ന കേരള സർക്കാർ പദ്ധതി മന്ദഹാസം പദ്ധതിയാണ്. ഈ പദ്ധതിയാണ് തമിഴ്നാട് സർക്കാർ പുന്നകൈ എന്ന പേരിൽ നടപ്പാക്കാൻ ഒരുങ്ങുന്ന കേരളത്തിന്റെ പദ്ധതി. ആ ചോദ്യം ചോദിച്ചാലും മന്ദഹാസം തന്നെയാണ് അതിന്റെ ഉത്തരം. അടുത്ത ചോദ്യം, ജനവാസ കേന്ദ്രങ്ങളിലേക്ക് അതിക്രമിച്ചെത്തുന്ന കാട്ടാനകളെ തുരത്താനായി കേരളമടക്കം 7 സംസ്ഥാനങ്ങളിൽ ആരംഭിക്കുന്ന പദ്ധതി. ചോദ്യം ഒരിക്കൽ കൂടി, ജനവാസ കേന്ദ്രങ്ങളിലേക്ക് അതിക്രമിച്ചെത്തുന്ന കാട്ടാനകളെ തുരത്താനായി കേരളമടക്കം 7 സംസ്ഥാനങ്ങളിൽ ആരംഭിക്കുന്ന പദ്ധതി ആനയ്ക്കെതിരെ തേനീച്ച പദ്ധതി. ആനയ്ക്കെതിരെ തേനീച്ച പദ്ധതിയാണ് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് അതിക്രമിച്ചെത്തുന്ന കാട്ടാനകളെ തുരത്താനായി കേരളമടക്കം 7 സംസ്ഥാനങ്ങളിൽ ആരംഭിക്കുന്ന പദ്ധതി. അടുത്ത ചോദ്യം, ശ്രവണ പരിമിതിയുള്ള 5 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യ കോക്ലിയർ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്താനുള്ള പദ്ധതി ശ്രുതി തരംഗം. ശ്രുതി തരംഗം പദ്ധതിയാണ് ശ്രവണ പരിമിതിയുള്ള 5 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യ കോക്ലിയർ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്താനുള്ള പദ്ധതി ശ്രുതി തരംഗം. അടുത്ത ചോദ്യം, ഭിന്നശേഷി കുട്ടികൾക്ക് ഫോട്ടോഗ്രഫിയിൽ പരിശീലനം നൽകുന്നതിനായി ഡിഫറൻറ്റ് ആർട്ട് സെന്ററിൽ ആരംഭിച്ച പദ്ധതി ക്ലിക്ക് ആണ്. ഭിന്നശേഷി കുട്ടികൾക്ക് ഫോട്ടോഗ്രഫിയിൽ പരിശീലനം നൽകുന്നതിനായി ഡിഫറൻറ്റ് ആർട്ട് സെന്ററിൽ ആരംഭിച്ച പദ്ധതി ക്ലിക്ക്. സംസ്ഥാനത്തെ കടലും തീരപ്രദേശങ്ങളും പ്ലാസ്റ്റിക് മാലിന്യമുക്തമാക്കുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതി ശുചിത്വ സാഗരം സുന്ദര തീരം. ശുചിത്വ സാഗരം സുന്ദര തീരം പദ്ധതിയാണ് സംസ്ഥാനത്തെ കടലും തീരപ്രദേശങ്ങളും പ്ലാസ്റ്റിക് മാലിന്യമുക്തമാക്കുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതി ശുചിത്വ സാഗരം സുന്ദര തീരം. അടുത്ത ചോദ്യം, വനിതകൾക്ക് വേണ്ടി നോർക്ക റൂട്ട്സും വനിതാ വികസന കോർപ്പറേഷനും ചേർന്ന് നടപ്പാക്കുന്ന വായ്പാ പദ്ധതി ഏത്? വനിതകൾക്ക് വേണ്ടി നോർക്ക റൂട്ട്സും വനിതാ വികസന കോർപ്പറേഷനും ചേർന്ന് നടപ്പാക്കുന്ന വായ്പാ പദ്ധതി വനിതാമിത്ര. വനിതാമിത്ര പദ്ധതിയാണ് വനിതകൾക്ക് വേണ്ടി നോർക്ക റൂട്ട്സും വനിതാ വികസന കോർപ്പറേഷനും ചേർന്ന് നടപ്പാക്കുന്ന വായ്പാ പദ്ധതി വനിതാമിത്ര. അടുത്ത ചോദ്യം, സ്ത്രീധനവുമായി ബന്ധപ്പെട്ട അവഹേളനങ്ങൾ, സൈബർ ലോകത്തെ അതിക്രമങ്ങൾ, പൊതുയിടങ്ങളിലെ അവഹേളനങ്ങൾ തുടങ്ങിയ പ്രശ്നങ്ങൾ നേരിടുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതി പിങ്ക് പ്രൊട്ടക്ഷൻ. സ്ത്രീധനവുമായി ബന്ധപ്പെട്ട അവഹേളനങ്ങൾ, സൈബർ ലോകത്തെ അതിക്രമങ്ങൾ, പൊതുയിടങ്ങളിലെ അവഹേളനങ്ങൾ തുടങ്ങിയ പ്രശ്നങ്ങൾ നേരിടുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതി പിങ്ക് പ്രൊട്ടക്ഷൻ. അടുത്ത ചോദ്യം, സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ തടയാൻ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി കൈത്താങ്ങ്.
കൈത്താങ് പദ്ധതിയാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ തടയാൻ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി. കൈത്താങ്. അടുത്ത ചോദ്യം, സംസ്ഥാനത്തുടനീളമുള്ള എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ചുരുങ്ങിയത് ഒരു വിനോദസഞ്ചാര മേഖലയെങ്കിലും കണ്ടെത്താനായി ടൂറിസം വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും സഹകരിച്ച് നടത്തുന്ന പദ്ധതി. ഡെസ്റ്റിനേഷൻ ചലഞ്ച്. അപ്പോൾ സംസ്ഥാനത്തുടനീളമുള്ള എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ചുരുങ്ങിയത് ഒരു വിനോദസഞ്ചാര മേഖലയെങ്കിലും കണ്ടെത്താനായി ടൂറിസം വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും സഹകരിച്ച് നടത്തുന്ന പദ്ധതി. ഡെസ്റ്റിനേഷൻ ചലഞ്ച്. അടുത്ത ചോദ്യം, തീരമേഖലയിലെ യുവജനങ്ങൾക്ക് വൈജ്ഞാനിക തൊഴിൽ മേഖലയിൽ തൊഴിൽ ലഭ്യമാക്കാനായി ആരംഭിച്ച പദ്ധതി. തീരമേഖലയിലെ യുവജനങ്ങൾക്ക് വൈജ്ഞാനിക തൊഴിൽ മേഖലയിൽ തൊഴിൽ ലഭ്യമാക്കാനായി ആരംഭിച്ച പദ്ധതി. തൊഴിൽ തീരം പദ്ധതിയാണ്. അടുത്ത ചോദ്യം, ഓട്ടിസം ബാധിച്ച കുട്ടികളെ പരിചരിക്കുന്നതിനും മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനുമായി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി. സ്പെക്ട്രം പദ്ധതിയാണ് ഓട്ടിസം ബാധിച്ച കുട്ടികളെ പരിചരിക്കുന്നതിനും മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനുമായി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി. സ്പെക്ട്രം. അടുത്ത ചോദ്യം, മാതാവ് അല്ലെങ്കിൽ പിതാവ് അല്ലെങ്കിൽ രണ്ടുപേരും മരണമടഞ്ഞ കുട്ടികൾക്കുള്ള ധനസഹായ പദ്ധതി. സ്നേഹപൂർവം പദ്ധതിയാണ് മാതാവ് അല്ലെങ്കിൽ പിതാവ് അല്ലെങ്കിൽ രണ്ടുപേരും മരണമടഞ്ഞ കുട്ടികൾക്കുള്ള ധനസഹായ പദ്ധതി. സ്നേഹപൂർവം. അടുത്ത ചോദ്യം, വിദ്യാർത്ഥികളിലെ മയക്കുമരുന്നിന്റെ വിപണനവും ഉപയോഗവും തടയാൻ വിവിധ വകുപ്പുകളുടെ സഹായത്തോടെ കേരള പോലീസ് നടപ്പാക്കുന്ന പദ്ധതി. യോദ്ധാവ്. വിദ്യാർത്ഥികളിലെ മയക്കുമരുന്നിന്റെ വിപണനവും ഉപയോഗവും തടയാൻ വിവിധ വകുപ്പുകളുടെ സഹായത്തോടെ കേരള പോലീസ് നടപ്പാക്കുന്ന പദ്ധതി. യോദ്ധാവ്. അടുത്ത ചോദ്യം, ഡിഫറൻറ്റ് ആർട്സ് സെന്ററിലെ ഭിന്നശേഷി കുട്ടികൾക്കായി ആരംഭിക്കുന്ന കായിക പരിശീലന പദ്ധതി. ഡിഫറൻറ്റ് ആർട്സ് സെന്ററിലെ ഭിന്നശേഷി കുട്ടികൾക്കായി ആരംഭിക്കുന്ന കായിക പരിശീലന പദ്ധതി. റേസ് പദ്ധതിയാണ് ഡിഫറൻറ്റ് ആർട്സ് സെന്ററിലെ ഭിന്നശേഷി കുട്ടികൾക്കായി ആരംഭിക്കുന്ന കായിക പരിശീലന പദ്ധതി. റേസ്. അടുത്തത്, റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനും ഗതാഗത നിയമലംഘനം തടയുന്നതിനും ആയി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി. സേഫ് കേരള പദ്ധതിയാണ് റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനും ഗതാഗത നിയമലംഘനം തടയുന്നതിനുമായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി. സേഫ് കേരള. അടുത്ത ചോദ്യം, വ്യവസായ വകുപ്പും കുടുംബശ്രീയും ചേർന്ന് ആരംഭിക്കുന്ന കുടുംബശ്രീ ഓക്സിലറി യൂണിറ്റ് അംഗങ്ങളുടെ നേതൃത്വത്തിലുള്ള സംരംഭക പദ്ധതി. ഷീ സ്റ്റാർട്ട്സ് ആണ്. വ്യവസായ വകുപ്പും കുടുംബശ്രീയും ചേർന്ന് ആരംഭിക്കുന്ന കുടുംബശ്രീ ഓക്സിലറി യൂണിറ്റ് അംഗങ്ങളുടെ നേതൃത്വത്തിലുള്ള സംരംഭക പദ്ധതി. ഷീ സ്റ്റാർട്ട്സ്. അടുത്തത്, സർക്കാർ ജീവനക്കാരുടെ തൊഴിൽ ശേഷി ഉയർത്താനുള്ള പദ്ധതി ഏതാണെന്നാണ്. കർമ്മയോഗി പദ്ധതിയാണ് സർക്കാർ ജീവനക്കാരുടെ തൊഴിൽ ശേഷി ഉയർത്താനുള്ള പദ്ധതി. കർമ്മയോഗി പദ്ധതി. അടുത്ത ചോദ്യം, കൗമാരക്കാരിലെ ജീവിതശൈലീ രോഗങ്ങൾ തുടക്കത്തിലെ കണ്ടെത്തി പരിഹരിക്കാൻ ഹയർ സെക്കൻഡറി സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന ആരോഗ്യ സർവേ പദ്ധതി. കൗമാരക്കാരിലെ ജീവിതശൈലീ രോഗങ്ങൾ തുടക്കത്തിലേ കണ്ടെത്തി പരിഹരിക്കാൻ ഹയർ സെക്കൻഡറി സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സർവേ പദ്ധതി. സശ്രദ്ധം പദ്ധതിയാണ് കൗമാരക്കാരിലെ ജീവിതശൈലി രോഗങ്ങൾ തുടക്കത്തിലേ കണ്ടെത്തി പരിഹരിക്കാൻ ഹയർ സെക്കൻഡറി സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സർവേ പദ്ധതി. സശ്രദ്ധം. അടുത്ത ചോദ്യം, മത്സര ബൈക്കോട്ടം തടയാൻ മോട്ടോർ വാഹന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി. ഓപ്പറേഷൻ റേസ്. മത്സര ബൈക്ക് ഓട്ടം തടയാൻ മോട്ടോർ വാഹന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ഓപ്പറേഷൻ റേസ്. അടുത്ത ചോദ്യം, ലിറ്ററിന് ₹1 നിരക്കിൽ കുടിവെള്ളം നൽകുന്ന കുടുംബശ്രീ പദ്ധതി. തീർത്ഥം പദ്ധതിയാണ് ലിറ്ററിന് ₹1 നിരക്കിൽ കുടിവെള്ളം നൽകുന്ന കുടുംബശ്രീ പദ്ധതി. തീർത്ഥം.
അടുത്ത ചോദ്യം, വനിതാ ശാക്തീകരണത്തിനായി കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതി. വനിതാ ശാക്തീകരണത്തിനായി കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതി GPP, ജെൻഡർ പോയിന്റ് പേഴ്സൺ. അപ്പൊ GPP ആണ് വനിതാ ശാക്തീകരണത്തിനായി കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതി. GPP, ജെൻഡർ പോയിന്റ് പേഴ്സൺ. അടുത്ത ചോദ്യം, മൊബൈൽ ഗെയിമുകളുടെയും അശ്ലീല സൈറ്റുകളുടെയും അടിമകളായ കുട്ടികളെ കൗൺസിലിങ്ങിലൂടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള കേരള പോലീസ് പദ്ധതി. DDAD, ഡിജിറ്റൽ ഡി അഡിക്ഷൻ. മൊബൈൽ ഗെയിമുകളുടെയും അശ്ലീല സൈറ്റുകളുടെയും അടിമകളായ കുട്ടികളെ കൗൺസിലിങ്ങിലൂടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള കേരള പോലീസ് പദ്ധതി. DDAD, ഡിജിറ്റൽ ഡി അഡിക്ഷൻ. അടുത്ത ചോദ്യം, കാണാതായ കുട്ടികളെ കണ്ടെത്തുന്നതിനായി കേരള സാമൂഹ്യ നീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതി. ഓപ്പറേഷൻ വാത്സല്യ. ഓപ്പറേഷൻ വാത്സല്യ പദ്ധതിയാണ് കാണാതായ കുട്ടികളെ കണ്ടെത്തുന്നതിനായി കേരള സാമൂഹ്യ നീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതി. ഓപ്പറേഷൻ വാത്സല്യ. അടുത്ത ചോദ്യം, കേരളത്തിൽ പുതിയതായി നിലവിൽ വരുന്ന 240 മെഗാവാട്ടിന്റെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ലക്ഷ്മി പദ്ധതിയാണ് കേരളത്തിൽ പുതിയതായി നിലവിൽ വരുന്ന 240 മെഗാവാട്ടിന്റെ ജലവൈദ്യുത പദ്ധതി. ലക്ഷ്മി പദ്ധതി. അടുത്ത ചോദ്യം, മൂല്യവർദ്ധിത കാർഷികോൽപ്പന്നങ്ങൾക്ക് അന്താരാഷ്ട്ര വിപണി കണ്ടെത്തുകയും കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പാക്കുകയും എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന കൃഷി വകുപ്പിന്റെ പദ്ധതി. കാപ്കോ പദ്ധതി. കേരള ആഗ്രോ ബിസിനസ് കമ്പനി, കാപ്കോ. അപ്പോൾ ചോദ്യം ഒരിക്കൽ കൂടി, മൂല്യവർദ്ധിത കാർഷികോൽപ്പന്നങ്ങൾക്ക് അന്താരാഷ്ട്ര വിപണി കണ്ടെത്തുകയും കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പാക്കുകയും എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന കൃഷി വകുപ്പിന്റെ പദ്ധതി ഏതാണ് എന്നാണ്. കാപ്കോ പദ്ധതിയാണ്. കേരള ആഗ്രോ ബിസിനസ് കമ്പനി, കാപ്കോ. അടുത്ത ചോദ്യം, രക്തജന്യ രോഗങ്ങളായ ഹീമോഫീലിയ, തലാസീമിയ, അരിവാൾ രോഗം തുടങ്ങിയവയുടെ സമഗ്ര ചികിത്സ ഉറപ്പാക്കാൻ കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി. ആശാധാര. ആശാധാര പദ്ധതിയാണ് രക്തജന്യ രോഗങ്ങളായ ഹീമോഫീലിയ, തലാസീമിയ, അരിവാൾ രോഗം തുടങ്ങിയവയുടെ സമഗ്ര ചികിത്സ ഉറപ്പാക്കാൻ കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി. ആശാധാര. അടുത്ത ചോദ്യം, നഗരങ്ങളിൽ എത്തുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിത താമസ സൗകര്യം ഒരുക്കുന്ന സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പിന്റെ പദ്ധതി. എൻ്റെ കൂട്. എൻ്റെ കൂട് പദ്ധതിയാണ് നഗരങ്ങളിൽ എത്തുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിത താമസ സൗകര്യം ഒരുക്കുന്ന സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പിന്റെ പദ്ധതി. എൻ്റെ കൂട്. അടുത്ത ചോദ്യം, തീരദേശ നിവാസികൾക്ക് സുരക്ഷിത പുനരധിവാസം ഉറപ്പാക്കുന്നതിനായുള്ള സംസ്ഥാന സർക്കാർ പദ്ധതി. പുനർഗേഹം പദ്ധതിയാണ് തീരദേശ നിവാസികൾക്ക് സുരക്ഷിത പുനരധിവാസം ഉറപ്പാക്കുന്നതിനായുള്ള സംസ്ഥാന സർക്കാർ പദ്ധതി. പുനർഗേഹം. അടുത്ത ചോദ്യം, ഭിന്നശേഷി കുട്ടികളുടെ ഉന്നമനവും ക്ഷേമവും ലക്ഷ്യമാക്കി സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതി. ഭിന്നശേഷി കുട്ടികളുടെ ഉന്നമനവും ക്ഷേമവും ലക്ഷ്യമാക്കി സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതി. അനുയാത്ര. അനുയാത്ര പദ്ധതിയാണ് ഭിന്നശേഷി കുട്ടികളുടെ ഉന്നമനവും ക്ഷേമവും ലക്ഷ്യമാക്കി സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതി. അനുയാത്ര. അടുത്ത ചോദ്യം, സംസ്ഥാനത്ത് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് സൗജന്യമായും മറ്റുള്ളവർക്ക് മിതമായ നിരക്കിലും അതിവേഗം ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി. കെ-ഫോൺ പദ്ധതിയാണ്. കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക്, കെ-ഫോൺ. ഇപ്പോൾ സംസ്ഥാനത്ത് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് സൗജന്യമായും മറ്റുള്ളവർക്ക് മിതമായ നിരക്കിലും അതിവേഗം ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി. കെ-ഫോൺ. കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക്, കെ-ഫോൺ പദ്ധതി. കെ-ഫോൺ പദ്ധതി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് 2023 ജൂൺ 5-നാണ്. അടുത്ത ചോദ്യം, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ളവരെ തൊഴിൽ സജ്ജരാക്കാൻ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പദ്ധതി. ഉന്നതി വിജ്ഞാൻ.
ഉന്നതി വിജ്ഞാൻ പദ്ധതിയാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ളവരെ തൊഴിൽ സജ്ജരാക്കാൻ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പദ്ധതി ഉന്നതി വിജ്ഞാൻ. അടുത്ത ചോദ്യം, സ്കൂൾ വിദ്യാർത്ഥിനികൾക്കിടയിൽ മെൻസ്ട്രൽ കപ്പ് പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേരള ഫീഡ്സ് ലിമിറ്റഡ് നടപ്പാക്കുന്ന പദ്ധതി സുരക്ഷിത്. സുരക്ഷിത് പദ്ധതിയാണ് സ്കൂൾ വിദ്യാർത്ഥിനികൾക്കിടയിൽ മെൻസ്ട്രൽ കപ്പ് പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേരള ഫീഡ്സ് ലിമിറ്റഡ് നടപ്പാക്കുന്ന പദ്ധതി സുരക്ഷിത്. അടുത്ത ചോദ്യം, സംസ്ഥാനത്തെ സർവകലാശാലകളും കോളേജുകളും ഒറ്റ സോഫ്റ്റ്വെയറിന്റെ കുടക്കീഴിൽ ആക്കുന്ന പദ്ധതി കെ-റീപ്പ് പദ്ധതി. സംസ്ഥാനത്തെ സർവകലാശാലകളും കോളേജുകളും ഒറ്റ സോഫ്റ്റ്വെയറിന്റെ കുടക്കീഴിൽ ആക്കുന്ന പദ്ധതിയാണ് കെ-റീപ്പ്, കേരള റിസോഴ്സ് ഫോർ എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പ്ലാനിംഗ്, കെ-റീപ്പ്. അടുത്ത ചോദ്യം, സംരക്ഷിക്കാൻ ആളില്ലാത്തതും കിടപ്പ് രോഗികളുമായ വയോജനങ്ങളെ സ്ഥാപനങ്ങളിലേക്ക് ഏറ്റെടുത്ത് സംരക്ഷിക്കുന്ന സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പിന്റെ പദ്ധതി വയോസാന്ത്വനം പദ്ധതിയാണ്. വയോസാന്ത്വനം പദ്ധതിയാണ് സംരക്ഷിക്കാൻ ആളില്ലാത്തതും കിടപ്പ് രോഗികളുമായ വയോജനങ്ങളെ സ്ഥാപനങ്ങളിലേക്ക് ഏറ്റെടുത്ത് സംരക്ഷിക്കുന്ന സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പിന്റെ പദ്ധതി വയോസാന്ത്വനം. അടുത്ത ചോദ്യം, പ്രസവശേഷം അമ്മയെയും കുഞ്ഞിനെയും സൗജന്യമായി വാഹനത്തിൽ വീട്ടിലെത്തിക്കുന്ന ആരോഗ്യവകുപ്പിന്റെ പദ്ധതി മാതൃയാനം പദ്ധതിയാണ്. മാതൃയാനമാണ് പ്രസവശേഷം അമ്മയെയും കുഞ്ഞിനെയും സൗജന്യമായി വാഹനത്തിൽ വീട്ടിലെത്തിക്കുന്ന ആരോഗ്യവകുപ്പിന്റെ പദ്ധതി മാതൃയാനം. അടുത്ത ചോദ്യം, അതിക്രമങ്ങൾ നേരിടാൻ സ്ത്രീകളെയും കുട്ടികളെയും വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പ്രതിരോധ മുറകൾ പരിശീലിപ്പിക്കുന്ന പദ്ധതി ജ്വാല. ജ്വാല പദ്ധതിയാണ് അതിക്രമങ്ങൾ നേരിടാൻ സ്ത്രീകളെയും കുട്ടികളെയും വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പ്രതിരോധ മുറകൾ പരിശീലിപ്പിക്കുന്ന പദ്ധതി ജ്വാല. അടുത്ത ചോദ്യം, രാത്രിയിൽ ഒറ്റപ്പെട്ടു പോകുന്ന വനിതകൾക്കും മുതിർന്ന പൗരന്മാർക്കുമായി കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതി നിഴൽ. രാത്രിയിൽ ഒറ്റപ്പെട്ടു പോകുന്ന വനിതകൾക്കും മുതിർന്ന പൗരർക്കുമായി കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതിയാണ് നിഴൽ. അടുത്ത ചോദ്യം, സ്ത്രീകളിലെ വിളർച്ച അല്ലെങ്കിൽ അനീമിയ ഇല്ലാതാക്കാൻ സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി. സ്ത്രീകളിലെ വിളർച്ച ഇല്ലാതാക്കാൻ സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി വിവാ കേരളം. വിളർച്ചയിൽ നിന്നും വളർച്ചയിലേക്ക്. വിവാ കേരളം ലക്ഷ്യം കൈവരിച്ച ആദ്യ പഞ്ചായത്ത് മൈലപ്ര പഞ്ചായത്താണ്. പത്തനംതിട്ടയിലെ മൈലപ്ര പഞ്ചായത്താണ് വിവാ കേരളം ലക്ഷ്യം കൈവരിച്ച ആദ്യ പഞ്ചായത്ത്. ഇനിയും ഇതുപോലെ PSC പരീക്ഷയുമായി ബന്ധപ്പെട്ട വീഡിയോ ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.